നാടുമൊത്തം നായ്ക്കൾ കൂടി നാട്ടിലെങ്ങും ഇറങ്ങാൻ വൈക. നായ്ക്കളുടെ ശല്യം കൊണ്ടു ആളുകൾക്കൊന്നും വസിക്കാൻ വയ്യ. പണ്ടത്തെ കാലവുമല്ല, നായ്ക്കൊരു തീറ്റയുമില്ല. പണ്ടത്തെ കാലത്താങ്കി മനുഷ്യൻ്റെ വേസ്റ്റുകൾ നായ്ക്കൊക്കെ എല്ലാ വീട്ടിലും ഓർലമാഴി മത്സ്യമാംസങ്ങൾ വൃത്തിയാക്കി എല്ലാ വീട്ടിലും എത്തിയിടുന്നു. അതിൻ്റെ വേസ്റ്റും കിട്ടുന്നില്ല. നാട്ടിൽ വരുന്ന വിശേഷങ്ങൾക്ക് കാറ്ററിങ്ങിൽ ഓർഡർ ചെയ്യും. 100 പേരുടെ സദ്യ വരുത്തി 500 പേർക്ക് സദ്യ വിളമ്പും. അതിൻ്റെ വേസ്റ്റും കിട്ടുന്നില്ല. നായ്ക്കു ജീവനും പ്രാണനുമില്ല, അവർക്ക് വിശപ്പും ദാഹവുമില്ല. മനുഷ്യനു വിശന്നാൽ കലഹം നടക്കും, നായ്ക്ക് വിശന്നാൽ ശൗര്യം കൂടും. നായ്ക്കൾ കടിച്ചെന്നറിയുന്നുടനെ പഞ്ചായത്തിൽ വിളിച്ചു പറയും. അപ്പോൾ തന്നെ മറുപടി വരും, നിങ്ങളാരും വിഷമിക്കണ്ട, നായ്ക്കൾ കടിച്ച ആളിനെ പെട്ടെന്ന് തിരുവനന്തപുരത്തെത്തിച്ചേരെ. ബാക്കി കാര്യം ഞങ്ങൾ നോക്കാം. നാളെ തന്നെ വന്ധീകരണത്തിൽ ആളിനെ ഞങ്ങൾ എത്തിച്ചിടാം. വന്ധീകരണം നടത്തി ഓരോ ഡെലിവറി കഴിയുമ്പോഴും 10-12 കുട്ടികളായി വരിനീളെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിൻ്റെ ശല്യം കൂടുന്നുണ്ട്. റോഡിൽ കൂടെ പോകാൻ വയ്യ. ബൈക്കിൽ കയറി ആളിനെ തള്ളി തറയിലുമിട്ട് അവരുടെ മുഖവും ബാക്കിയും കടിക്കും. റീഡിങ് എടുക്കാൻ വരുന്നവരെ കൂട്ടത്തോടെ വന്ന് ആക്രമിക്കും. കൊല്ലാനൊട്ടു തോന്നുന്നില്ല, വളർത്താനൊട്ടു പറ്റുന്നില്ല. അലഞ്ഞു തിരിയുന്ന നായ്ക്കളെ കൂട്ടത്തോടെ നാടുകടത്തി അവർക്ക് തീറ്റകൾ എത്തിക്കണം. അല്ലാതൊരു മാർഗവുമില്ല.